welcome back, and here is a 4-mark question. Okay, അപ്പോൾ നിങ്ങൾക്ക് ഒരു 4-mark question ആണ് ഇവിടെ മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇലസ്ട്രേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. ഇത് കുറച്ചൊരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് ക്വസ്റ്റൻ നോക്കിയാലോ. അനലൈസ് ദ ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. വിച്ച് പ്രോസസ് ഇസ് ഷോൺ ഇൻ ദ ഇലസ്ട്രേഷൻ? വാട്ട് ഡസ് എക്സ് റെപ്രസെന്റ്? What is its function in this process? Which enzymes are involved in stages Y and Z? How are the required products formed in the host cell? Okay. അവിടെ മലയാളത്തിൽ നമുക്ക് നോക്കിയാലോ. ചിത്രീകരണത്തിൽ കാണിച്ചിരിക്കുന്ന പ്രക്രിയ ഏത്? എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ പ്രക്രിയയിൽ എക്സിന്റെ ധർമ്മം എന്ത്? വൈ സെഡ് എന്നീ ഘട്ടങ്ങളിൽ പങ്കെടുക്കുന്ന എൻസൈമുകൾ ഏതെല്ലാം? ആതിഥേയ കോശത്തിൽ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു പിക്ചർ ഒന്ന് വേഗം റീകളക്ട് ചെയ്ത് ഏതാണ് ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ, എന്താണ് അവിടെ നടക്കുന്നത്? യെസ്, ദ ആൻസർ ഇസ് റീകോമിനന്റ് DNA ടെക്നോളജി ഓർ rDNA ടെക്നോളജി ആണ് ആ ഒരു പെർട്ടിക്കുലർ പിക്ചറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് എക്സിനെ കാണാൻ പറ്റുന്നത്. എന്താണ് എക്സ് എന്ന് പറയുന്നത്? നമ്മുടെ പ്ലാസ്മിഡ് ആണ്. ഓക്കെ, സോ പ്ലാസ്മിഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ആക്ട്സ് ആസ് എ കാരിയർ ഓർ വെക്ടർ, സോ ദാറ്റ് ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ടിംഗ് ദ ടാർഗറ്റ് ജീൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സും അതുപോലെ തന്നെ വൈയും എന്താണെന്നാണ്. സോറി, എക്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വൈയും അതുപോലെ തന്നെ സെഡും എന്താണെന്നാണ്. രണ്ട് എൻസൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമ്മുടെ കട്ടിംഗ് പ്രോസസ്സും കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമ്മുടെ ജോയിനിങ് പ്രോസസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് സഹായിക്കുന്ന എൻസൈംസ് ഏതൊക്കെയാണ്? യെസ്, വൈ ഇസ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ആൻഡ് സെഡ് എന്ന് പറയുന്നത് ലിഗേസസ് ആണ്. യെസ്, ആൻഡ് ലാസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിൽ ആതിഥേയ കോശത്തിൽ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ? ഓർ ഹൗ ആർ ദ റിക്വയർഡ് പ്രൊഡക്ട്സ് ഫോംഡ് ഇൻ ദ ഹോസ്റ്റ് സെൽ? എങ്ങനെയാണ്? യെസ്, വെൻ ദ ഇൻസേർട്ടഡ് ജീൻസ് ബിക്കം ആക്റ്റീവ്, അതായത് അത് എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ, ആക്റ്റീവായി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു പെർട്ടിക്കുലർ റിക്വയർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അവിടെ ഫോം ചെയ്യാണ് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. യെസ്, ഇവിടെ റീകോമിനന്റ് DNA ടെക്നോളജി ആണ് നമ്മൾ പറഞ്ഞു. ബാക്ടീരിയയിലെ പ്ലാസ്മിഡ് ആണ് എക്സ്. അത് ജീനുകളെ വഹിക്കുന്ന വാഹകരായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും സെഡ് എന്ന് പറയുന്നത് നമ്മുടെ ലിഗേസസും ആണ്. ഇങ്ങനെയാണ് ഇവിടെ ആ ഒരു പ്രോസസ്സ് നടക്കുന്ന. ഉൾച്ചേർത്ത ജീനുകൾ പ്രവർത്തന സജ്ജമാകുന്നതോടെ ആതിഥേയ കോശത്തിൽ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു 4 മാർക്ക് ക്വസ്റ്റൻ ആണ് ഇവിടെ മിസ് ഡിസ്കസ് ചെയ്തത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.